ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ്. അവിടെ ഉള്ളത് തന്നെയാണല്ലോ ഇത്, ഇവിടെ ഉള്ളത് തന്നെയാണല്ലോ അത്. ആ ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റും. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള യാത്രയിൽ നമ്മൾ പല റീജിയനിലെ പല ടൈപ്പ് ഓഫ് ഫുഡുകൾ നമ്മൾ കണ്ടു. ഞാൻ ഷെഫ് ലത, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. ഞാൻ മലബാർ കഫേയുടെ ഹെഡ് ഷെഫാണ്. മലബാറിൻ്റെ എല്ലാ മെനുവും റെസിപ്പിയൊക്കെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നതും. ഞാൻ തുടക്കം തൊട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഞാൻ 6 വർഷം കഴിഞ്ഞു ഇവിടെ മലബാർ കഫേയിൽ വന്നിട്ട് ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഫാമിലിയുടെ ഭാഗമായിട്ട്. ഇവിടെ നിന്നും കിട്ടിയ അനുഭവങ്ങളെന്ന് പറയുമ്പം എനിക്ക് റിപ്പീറ്റ് ഗസ്റ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ നാടൻ രുചി ആസ്വദിക്കാൻ വരുന്ന, തനി നാടൻ രുചി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും. ഏകദേശം 1 വർഷത്തോളമായി ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുന്നു. കാരണം എന്താ വെച്ചാൽ പുതിയ റെസിപ്പി കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈസിയാണ്. കണ്ടെത്തൽ ഈസിയാണ്, പല പുസ്തകങ്ങളിൽ നമുക്ക് കിട്ടാം, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കിട്ടാം. പക്ഷേ പുതിയ റെസിപ്പി കണ്ടെത്തി അത് എങ്ങനെയാണെന്ന് രുചിച്ചറിയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ട്രാവലിംഗ് ആയിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്. അന്ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള യാത്രയിൽ നമ്മൾ പല റീജിയനിലെ പല ടൈപ്പ് ഓഫ് ഫുഡുകൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ അവരുടെ കുക്കിംഗ്, ഈവൺ ആദിവാസി വീടുകളിൽ പോയിട്ടും നമ്മൾ ഒരുപാട് അവരുടെ കുക്കിംഗ് രീതികളുമുണ്ട്. പക്ഷേ എല്ലാത്തിലും കൃത്രിമമായ ചേരുവകളോ മസാലകളോ ഒന്നും ചേർക്കാത്ത തരത്തിലുള്ള ഫുഡുകളാണ് ഞങ്ങൾ കണ്ടെത്തിയത്. കാരണം ഞങ്ങളൊരു 6 വർഷത്തിൻ്റെ അടുത്തായി നമ്മുടെ മലബാർ കഫേ ഓപ്പൺ ചെയ്തിട്ട് അന്നു മുതൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം മനുഷ്യർ ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ്. അതിൽ കൃത്രിമത്വമായിട്ടുള്ള ചേരുവകളോ മസാലകളോ ചേർക്കാതെ തന്നെ ഭക്ഷണം എങ്ങനെ രുചികരമാക്കാമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏകദേശം 37 വർഷമായി എനിക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ്. പക്ഷെ അതിലും കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയാലും ഞാൻ മനസ്സിലാക്കിയാലും കൂടുതൽ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ഷെഫ് ഓൺ ദ റോഡ് എന്ന യാത്രയിൽ പോയത്. അവിടെ നിന്ന് നമുക്ക് ആദിവാസി ഗൃഹങ്ങളിൽ നിന്ന് കിട്ടി, പല കമ്മ്യൂണിറ്റിയിൽ നിന്ന്, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, അങ്ങനെയുള്ള പല ആളുകൾ. ഈവൻ നമ്മൾ കന്യാകുമാരി ആ ഒരു ബോർഡറിൽ, പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരിയുടെ അവിടെ നിന്ന് നമുക്ക് അവിടെ നിന്നൊക്കെയാണ് എങ്ങനെയാണ് ബോളി ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് തനതായിട്ടുള്ള രീതിയിലുള്ള തമിഴ് ഭക്ഷണങ്ങൾ, കേരളത്തിൻ്റെ തന്നെ തനതായ ഭക്ഷണത്തിലേക്ക് കുറച്ച് മറ്റുള്ള ഇതും കൂടെ ചേർത്തിട്ടുള്ള ചേരുവകളും കൂടെ ചേർത്തിട്ടുള്ളത് തനി ഒരു മലയാളി അല്ലെങ്കിൽ തനി കേരള ഭക്ഷണമാക്കി മാറ്റുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടെത്തലുകൾ ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങളെവിടുത്തെ മെനുവിൽ ഉൾപ്പെടുത്തി വരുന്ന അതിഥികൾക്ക് അത് വിളമ്പാൻ. കാരണം ഭക്ഷണം എപ്പോഴും രുചിയെ മാത്രമല്ല ആശ്രയിച്ചിരിക്കുന്നത്, ആഹാരം കഴിക്കുന്നതിൻ്റെ ആരോഗ്യം നമ്മൾ നോക്കണം. ആ ഒരു രീതിയിലെ ഭക്ഷണ സംസ്കാരം മറ്റുള്ള തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും കൂടി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ മെനുവിൽ, ഞങ്ങളുടെ മലബാർ കഫേയുടെ പുതിയ മെനുവിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയത്. ഞങ്ങൾക്കിപ്പം കിട്ടിയത് 14ഓളം വിഭവങ്ങളാണ്. കാരണം 200ഓളം റെസിപ്പി നമുക്ക് കിട്ടിയായിരുന്നു, മെനു കിട്ടിയായിരുന്നു. പക്ഷേ അതൊന്നും അത്ര യൂണിക്കായിട്ട് അല്ലെങ്കിൽ ഒരു അപൂർവമായിട്ട് എനിക്ക് തോന്നിയില്ല. അപൂർവങ്ങളായിട്ട് കിട്ടിയിരിക്കുന്ന റെസിപ്പികളാണ് നമ്മൾ കൂടുതൽ നമുക്ക് മലബാർ മേഖലയിൽ നിന്നാണ് കിട്ടിയത്. രുചിയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മലബാർ മേഖലയിൽ നിന്നാണ് നമുക്ക് അതൊക്കെ കിട്ടിയത്. കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ രുചികൾ പ്രോത്സാഹിപ്പിക്കാൻ, അതുപോലെ അതിനുള്ള പരീക്ഷണം നടത്തുകയും ചെയ്യുന്നത് കുറച്ചുകൂടി മലബാർ മേഖലയിലുള്ള കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിലുള്ള ആളുകളാണ്. പക്ഷെ അത് നമുക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ പുതിയ മെനുവിൽ ഒരു സാധനം ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ്. അവിടെ ഉള്ളത് തന്നെയാണല്ലോ ഇത്, ഇവിടെ ഉള്ളത് തന്നെയാണല്ലോ അത്. ആ ഒരു കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ 6 ഷെഫ്മാരാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. കാരണം നമുക്ക് ഓരോ കുടുംബങ്ങളിലും പോകുമ്പം അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കി തന്നതും. അത് ഞങ്ങൾക്ക് പഠിക്കാൻ അവരാണ് ശരിക്കും എഫേർട്ട് എടുത്തത്. ഞങ്ങളെടുത്തതിനേക്കാൾ എഫേർട്ട് എടുത്തത് ആ റെസിപ്പി ഞങ്ങൾക്ക് തന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇനിയുള്ള ആളുകൾക്ക് വരുമ്പം ആ രുചി ഞങ്ങളുടെ നിന്ന് ആസ്വദിക്കാം.